സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 14 5 തിരുവചനം. തോമസ് യേശുവിനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 5 തിരുവചനത്തിൽ യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ തോമസ് യേശുവിനോട് സംഭാഷിക്കുകയാണ്. തോമസ് യേശുവിനോട് പറയുന്നത്, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്നാണ്. ദൈവത്തിൻ്റെ സഞ്ചാരം ഇത് അറിയാത്ത തോമസ് ദൈവത്തിൻ്റെ സഞ്ചാരപഥത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വഴിയെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിച്ച് യേശുവിനോട് വിശദീകരണം തേടുകയാണ്. ഇവിടെ തോമസിൻ്റെ ഒരു ആഗ്രഹം നാം കാണുകയാണ്. ഈ ആഗ്രഹം വളരെ നല്ലതാണ്. ദൈവം എവിടെ പോകുന്നു, ദൈവത്തിൻ്റെ സഞ്ചാരം, ദൈവത്തിൻ്റെ വഴി, ഇത് രണ്ടുമാണ് തോമസ് യേശുവിനോട് ആരായുന്നത്. ഓരോ മനുഷ്യനും വ്യക്തിപരമായി അറിഞ്ഞിരിക്കേണ്ട 2 സത്യങ്ങളാണ് തോമസ് യേശുവിനോട് ചോദിക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ സഞ്ചാരപഥം. 2, ദൈവത്തിൻ്റെ വഴി. ഇതിൽ ഒന്നാമത്തേത് വളരെ വിശാലാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ട ഒന്നാണ്. കാരണം ദൈവത്തിൻ്റെ സഞ്ചാരപഥം നമ്മുടെ അഥവാ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല. ദൈവം മുഴുപ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ്. ആ ദൈവത്തിൻ്റെ വഴി വളരെ വലുതാണ്. മേഘങ്ങളെ തൻ്റെ തേരാക്കി സഞ്ചരിക്കുന്നുവെന്ന് ഒരു തിരുവചനത്തിൽ പറയുന്നു. കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നുവെന്ന് മറ്റൊരു തിരുവചനത്തിൽ ദൈവത്തിൻ്റെ സഞ്ചാരപഥത്തെ വിശദീകരിക്കുന്നു. തിരമാലകളുടെ മുകളിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് വേദപുസ്തകത്തിൽ മറ്റൊരു വേദഭാഗത്ത് കാണും. അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷക്കാരാക്കുന്ന ദൈവം, ഇങ്ങനെ തീയിൽ സഞ്ചരിക്കുന്നവൻ, മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവൻ, കാറ്റിൻ ചിറകിൽ സഞ്ചരിക്കുന്നവൻ, തിരകളുടെ മുകളിലൂടെ സഞ്ചരിക്കുന്നവൻ, ഇത് ദൈവത്തിൻ്റെ സഞ്ചാരപഥം. ദൈവത്തിൻ്റെ സഞ്ചാരപഥം ഇവിടെ പൂർണ്ണമാകുന്നില്ല. അതിൽ ചിലത് മാത്രമാണ് ഇവിടെ പ്രസ്താവിക്കുവാനിടയായത്. രണ്ടാമതായി, തോമസിൻ്റെ അന്വേഷണം വഴിയാണ്. ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ വഴിയെ യേശു തന്നെ ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തിങ്കിലേക്കുള്ള വഴി ആരാഞ്ഞ അനേകർ പുരാണകഥകളിൽ, അതുപോലെ മറ്റു മതഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണാം. എന്നാൽ വളരെ വ്യക്തവും സ്പഷ്ടവുമായി ദൈവപുത്രനായ ക്രിസ്തുനാഥൻ ഇവിടെ ദൈവത്തിൻ്റെ വഴി വെളിപ്പെടുത്തുകയാണ്. അതെ, ദൈവത്തിൻ്റെ വഴി യേശുവാണ്.
യേശുവാണ് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം, അഥവാ ആ ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശന കവാടം, വാതിൽ യേശുവാണ്. യേശുവിനെ അറിഞ്ഞാൽ, യേശുവിൻ്റെ വഴിയെ അറിഞ്ഞാൽ, അഥവാ ദൈവപുത്രനെ തന്നെ സ്വർഗത്തിൻ്റെ വാതിലായി തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ, അതെ, സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് നമ്മുടെ മുന്നിൽ വഴി തുറക്കപ്പെടുകയാണ്. അതെ, യേശുവിനെ അറിയാം. യേശുവിനെ അറിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങൾ മാറട്ടെ. ആമേൻ.